ഗർഭം ധരിക്കാൻ ശ്രമിക്കുകയാണോ? പക്ഷേ ഓരോ മാസവും നിരാശയാണോ ഫലം എന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനം അതൊരു 3 മാസം കഴിഞ്ഞാലാണ് റിസൾട്ട് കിട്ടുക. ഒരു സുപ്രഭാതത്തിൽ പ്രഗ്നൻ്റ് ആകാം, ഈ ടിപ്പ് ഫോളോ ചെയ്താൽ പ്രഗ്നൻ്റ് ആകാം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് എഗ്ഗിൻ്റെ എണ്ണത്തെ കൂട്ടാൻ കഴിയില്ല. അത് ജന്മന ഓരോ പെൺകുട്ടികളും ഇത്ര ദശലക്ഷം എഗ്ഗുകളുമായി ജനിക്കുകയും പ്രായം കഴിയുന്തോറും അതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യും. എന്നാൽ നിങ്ങൾ ശ്രമിച്ചാൽ എഗ്ഗിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും. അതിനുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ പറയുന്നത്. കൂടാതെ ഈ ചാനലിലുടനീളം അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എഗ് ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും മൈദയും ഉപേക്ഷിക്കുക. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രത്യേകിച്ചും PCOD ഉള്ള ആൾക്കാർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. പിന്നെ ആഹാരത്തിലാണെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, നട്ട്സ് എന്നിവ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് യോഗയും ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ കഴിയുമെങ്കിൽ 11 മണിക്ക് മുൻപായിട്ട് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു 8 മണിക്കൂർ സുഖനിദ്ര കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നന്നായി.